ആധാർ കാർഡിൽ പുതിയ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഇനി എവിടെ പോയാലും നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും നിങ്ങളോട് ആധാർ കാർഡിന്റെ കോപ്പി ചോദിക്കാനും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഞാൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ആധാറിന്റെ ഒരു വലിയ പുതിയ മാറ്റം വരാൻ പോവുകയാണ്. ഇനി എല്ലാം ഡിജിറ്റലായി മാറാൻ പോവുകയാണ്. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിലൂടെ എന്ത് നേട്ടമാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആധാർ കാർഡ്, ഇന്ത്യയുടെ യുണീക്ക് ഐഡന്റിറ്റി ഡോക്യുമെന്റ്. ആധാർ കാർഡ് ഇന്ന് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇൻ കേസ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് വാങ്ങുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിന്, ഇവന്റ് രജിസ്ട്രേഷൻ സമയങ്ങളിൽ എന്നിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഹോട്ടലുകൾ, ഇവന്റ് ഓർഗനൈസേഴ്സ് പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി വാങ്ങി വെക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഇത് നമുക്ക് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമായി തോന്നുന്നെങ്കിലും ഇതിന് പിന്നിൽ ഒരു വലിയ അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളുടെ സ്വകാര്യതയാണ് അവിടെ നഷ്ടമാകുന്നത്. ഇവിടെ അപകടകരമായ സ്വകാര്യ സുരക്ഷ അപകട സാധ്യതയുണ്ടെന്ന് UIDAI പറയുന്നു. ഇൻ കേസ് നിങ്ങൾ ഒരു ഹോട്ടൽ മുറി എടുക്കുകയാണെന്ന് കരുതുക. ഹോട്ടൽ മുറിയിൽ കയറുന്നതിന് മുമ്പ് ആ ഹോട്ടൽ സ്ഥാപനത്തിന്റെ ആ റിസപ്ഷനിൽ നിൽക്കുന്ന ആളുകൾ നമ്മളുടെ ആധാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ID പ്രൂഫ് ചോദിക്കുന്നു. നമ്മൾ പ്രധാനമായും നമ്മളുടെ ആധാറാണ് നൽകുന്നത്. അവർ അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കുകയും അത് അവരുടെ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ വളരെ സിമ്പിളായി നമ്മളുടെ ആ ഒരു ആധാർ കാർഡ് നൽകുകയും അല്ലെങ്കിൽ ആ ഒരു കോപ്പി കൊടുക്കുകയും ചെക്ക് ഇൻ ചെയ്യുകയും അവിടെ താമസിക്കുകയും അടുത്ത ദിവസം ഇറങ്ങി പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഒരു വലിയ അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളുടെ ഈ ഒരു ആധാർ കാർഡിൽ നമ്മളുടെ പേര്, മേൽവിലാസം എന്നിങ്ങനെയുള്ള നിരവധി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. മറ്റുള്ളവർക്ക് വളരെ സിമ്പിളായി നമ്മളുടെ ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനാണ് സാധിക്കുന്നത്. നിങ്ങൾ ഒരു ഫോട്ടോ കോപ്പി നൽകുമ്പോൾ അത് എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു, എവിടെയാണ് സൂക്ഷിക്കുന്നത്, ആർക്കൊക്കെയാണ് ആ ഒരു ഫോട്ടോ കോപ്പി ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഓരോ ഫോട്ടോ കോപ്പി നൽകുമ്പോഴും നിങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ഐഡന്റിറ്റി ഡേറ്റ മറ്റൊരാളുടെ കയ്യിലേക്കാണ് എത്തുന്നത്. ഇവിടെയാണ് ആധാറിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുതൽ ആധാറിന്റെ ഫോട്ടോ കോപ്പി നൽകേണ്ട ആവശ്യമില്ല. ഹോട്ടലുകളിൽ നിന്ന് നിങ്ങളുടെ ആധാറിന്റെ കോപ്പി ചോദിക്കുകയാണെങ്കിൽ നൽകേണ്ടതില്ല. അവരത് ചോദിക്കാനും പാടില്ല. ഇതാണ് പുതിയ നിയമം. UIDAIയുടെ പുതിയ തീരുമാനപ്രകാരം ഹോട്ടലുകൾ, ഇവന്റ് ഓർഗനൈസേഴ്സ്, മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നിവർക്ക് ആധാർ കാർഡിന്റെ കോപ്പി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ ചെയ്യാൻ സാധിക്കില്ല. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്നതോ സൂക്ഷിക്കുന്നതോ നിരോധിക്കപ്പെടും. ഇനി മുതൽ നിങ്ങളുടെ ആധാർ കാർഡുകൾ നൽകേണ്ടതില്ല. അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അവരുടെ ഫയലുകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലോ നമ്മളുടെ ആധാർ കാർഡിന്റെ കോപ്പി സൂക്ഷിക്കാനും പാടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്? UIDAI പറയുന്നത് ഈ ഒരു നിരോധനത്തിലൂടെ പൗരന്മാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡേറ്റ ചോർച്ചകൾ ഒഴിവാക്കാനും കൂടാതെ ആധാർ ആക്ടുകൾ ലംഘിക്കുന്ന പഴയ രീതികൾ അവസാനിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇനി നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി ഒരു സ്ഥലത്തും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ പേപ്പറായോ ഡിജിറ്റലായോ സൂക്ഷിക്കാനും പാടില്ല. ഡിജിറ്റൽ വെരിഫിക്കേഷൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഇത്തരത്തിൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി നൽകിയില്ലെങ്കിൽ അതിന് പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായി നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുത്തരവും ഞാൻ തന്നെ പറഞ്ഞു തരാം. ഇനി വരാൻ പോകുന്നത് UIDAI അവതരിപ്പിക്കുന്ന QR അടിസ്ഥാന ഡിജിറ്റൽ വെരിഫിക്കേഷൻ സിസ്റ്റം ആണ്. കൂടാതെ ഒരു പുതിയ ആധാർ മൊബൈൽ ആപ്പ് നിർമ്മിക്കാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഡിജിറ്റൽ ആധാർ കാർഡിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ആധാർ കാർഡിലോ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അതിൽ എൻക്രിപ്റ്റ് ചെയ്ത ഡെമോഗ്രാഫിക് വിവരങ്ങൾ അടങ്ങിയിരിക്കും. ഇനി മുതൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഹോട്ടലുകൾക്കും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സിനും അവരുടെ വെരിഫിക്കേഷൻ സാധ്യമാകും.
ഞാൻ ഓൾറെഡി പറഞ്ഞു ആധാർ വെരിഫിക്കേഷന് വേണ്ടി ഒരു മൊബൈൽ ആപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്. UIDAI വികസിപ്പിക്കുന്ന ആ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ആപ്പ് ടു ആപ്പ് വെരിഫിക്കേഷനും സാധ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു സംശയം ഉണ്ടാകും. നമ്മളിപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ അത്യാവശ്യമായി നമ്മൾ പേ ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും സെർവർ ഡൗൺ ആകുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുന്നത്. അത്തരത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെരിഫിക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് നെറ്റ്വർക്കിന്റെ സഹായം ഒന്നും തന്നെ വേണ്ട. ഓഫ്ലൈൻ വെരിഫിക്കേഷൻ നെറ്റ് ഇല്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എയർപോർട്ടുകളിലും വലിയ ഇവന്റുകളിലും ഹോട്ടലുകളിലും എല്ലാം തന്നെ ഈ ഒരു സാധ്യത വളരെ വലിയ ഉപയോഗമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപ വരെ നികുതി ലാഭം നേടാൻ സാധിക്കും. വെറും 578 രൂപ പ്രതിമാസം നൽകി 1 കോടി രൂപയുടെ കവറേജ് നേടാൻ സാധിക്കും. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. അതുമാത്രമല്ല 64 ഗുരുതര രോഗങ്ങൾക്കും കവറേജ് നേടാൻ സാധിക്കും. ഇവിടെ മറ്റൊരു സവിശേഷത എടുത്ത് പറയാൻ സാധിക്കുന്നത് 3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റും നേടാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് ആദ്യ വർഷത്തെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. പുതിയ നിയമപ്രകാരം ആധാർ വെരിഫിക്കേഷൻ ആവശ്യമായ സ്ഥാപനങ്ങൾ UIDAIൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവർക്ക് സെക്യൂർ ആയിട്ടുള്ള API ആക്സസ് ലഭിക്കുന്നു. ഇതുവഴി ബാങ്കുകൾ, ഹോട്ടലുകൾ, മറ്റ് റീറ്റെയിൽ സെന്ററുകൾ എന്നിവർക്ക് നേരിട്ട് ആധാർ വെരിഫിക്കേഷൻ സിസ്റ്റം ഉൾപ്പെടുത്താൻ സാധിക്കും. ഇതിലൂടെ ഐഡന്റിറ്റി തട്ടിപ്പ് കുറയ്ക്കാനും അടുത്ത 18 മാസത്തിനുള്ളിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പരിപാലിക്കാനും UIDAIക്ക് സാധിക്കും. ഇനി നമുക്ക് വരാൻ പോകുന്ന ആധാറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഇത് വെറുമൊരു ആപ്പ് വെരിഫിക്കേഷൻ മാത്രമല്ല, ഡിജിറ്റൽ ആധാർ ഡൗൺലോഡ്, സുരക്ഷിത QR ഷെയറിംഗ്, അഡ്രസ് അപ്ഡേറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ഇല്ലാത്ത കുടുംബാംഗങ്ങളെ ചേർക്കൽ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് നെറ്റ് ഇല്ലെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും തിരിച്ചറിയൽ സാധ്യമാണ്. ഇനി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ആധാറോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയോ ഫിസിക്കൽ ആയോ കൈവശം വയ്ക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുതിയ അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. ഇനിയെങ്കിലും നമ്മളുടെ ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ആധാറിന്റെ ഫോട്ടോ കോപ്പി നൽകുന്നത് ഒഴിവാക്കുക. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആ ഒരു ഹോട്ടൽ ഉടമയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നിയമം പറയുകയും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി നൽകാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ QR കോഡ് അല്ലെങ്കിൽ ആപ്പ് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുക. ആരെങ്കിലും നിങ്ങളോട് ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുകയാണെങ്കിൽ അവരോട് പുതിയ UIDAIയുടെ നിയമം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇനി മുതൽ നിങ്ങളുടെ തിരിച്ചറിയൽ കൂടുതൽ എളുപ്പവും കൂടുതൽ വേഗത്തിലും കൂടുതൽ സ്വകാര്യമായും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ആധാർ കാർഡിൽ വന്ന പുതിയ മാറ്റം എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടത്, എപ്പോഴാണ് ഇത് പ്രാവർത്തികമാകുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ മെൻഷൻ ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. നമുക്ക് ഓരോ ദിവസവും ആ ഒരു വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bosswala. Be the boss.